ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്തോ അതിൻ്റെ അർത്ഥം? വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനിത്യമായിട്ട് നടന്ന 10-ാം വാക്യം. അപ്പം ഒരപ്പനും മക്കളും ഈ മക്കളുടെ മുമ്പിൽ അപ്പൻ എങ്ങനെ ജീവിക്കേണ്ടേ? പവിത്രതയോടെ ജീവിക്കണ്ടേ? അപ്പൊ ഇവിടെ മക്കളാരാ? അവന്റെ രക്തത്തിൽ ജനിച്ചവരല്ല, ആത്മീയ സന്തതികൾ. അതറിയാം സാറിന്. അപ്പൊ താൻ സുവിശേഷം പറഞ്ഞ് നേടിയ ജനങ്ങളുടെ, അല്ലെങ്കിൽ മറ്റൊരാൾ സുവിശേഷം പറഞ്ഞ് നേടിയ ജനങ്ങളുടെ സഭയിൽ ഈ പൗലോസ് അവരുടെ മുമ്പിൽ എപ്പോഴും നിർമ്മലതയോടെ നടന്നു. ഇപ്പൊ ഞാൻ രാവിലെ വന്ന് വചനം പറയുമ്പോൾ മിടുക്കനും അത് കഴിഞ്ഞ് 10 മണിക്ക് ഷാപ്പിൽ ഇരിക്കുന്നവനാണെങ്കിൽ പറ്റുമോ? എന്നെ ആരും അംഗീകരിക്കുമോ? പക്ഷെ ഒരപ്പനും മകനും, അപ്പൻ ദുർനടപ്പുകാരാണെങ്കിൽ മകനോട് ഒരു വാക്ക് ഉപദേശിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അപ്പൊ ഇവിടെ അതാ പറഞ്ഞ, ഒരപ്പൻ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായിട്ടും അനിന്ദിനായിട്ടും നടന്നു പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ ഞങ്ങളെ നിന്ദിക്കാൻ ഒരു വഴിയും നിങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്നെ നിന്ദിപ്പാൻ നിങ്ങൾക്ക് ഒരു തുമ്പും കിട്ടത്തില്ല. അത്ര പവിത്രമായിട്ട് നിർമ്മലതയോടും ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിച്ചത് എന്നതിന് നിങ്ങളും ദൈവം സാക്ഷിയാണ്. നിങ്ങൾ മാത്രമല്ല, ദൈവം ഇക്കാര്യത്തിൽ സാക്ഷിയാണ്. ചിലരുടെ ദൈവത്തിനാണ് മനുഷ്യന്റെ മുമ്പിൽ അറിയാം, മനുഷ്യൻ ചിരിക്കും, എടാ ഇവൻ എന്തോ ചെയ്തെന്ന് അറിയാം. അപ്പൊ ദൈവത്തിന് മുമ്പ് ഞാൻ വിശ്വത്തിനും മനുഷ്യരുടെ മുമ്പിൽ തോന്നിയവാസിയും. അതൊരു ഇരട്ടത്താപ്പല്ലേ? അപ്പൊ ദൈവത്തെ നമ്മൾ കാണാത്ത കൊണ്ടെല്ലാം ദൈവത്തിന് മുമ്പില്ല. അപ്പൊ മനുഷ്യൻ പറയണ എന്റെ മുമ്പിൽ നീതിയായിരിക്കും. ഇവിടെ പറഞ്ഞത് ദൈവവും മനുഷ്യനും സാക്ഷി എന്നാണ് പറയുന്നത്. ഇതാ ക്രിസ്ത്യ ജീവിതം. മനുഷ്യരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും കുറ്റമറ്റ മനസ്സാക്ഷി.